നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ കുറച്ച് നാളുകളായി ഡിസ്കസ് ചെയ്യുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 3 വീഡിയോകളിലായി. ആദ്യമായി നാം പറഞ്ഞത് നമ്മളൊരു നല്ല വ്യക്തിയാണ് എന്ന് അംഗീകരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിലൂടെ നല്ലൊരു വ്യക്തിയായി തീരാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്തു തുടങ്ങുമെന്നതാണ്. രണ്ടാമത്, മടി മാറ്റിക്കൊണ്ട് ഒരു വർക്കഹോളിക് ആയിട്ടുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതാണ്. മൂന്നാമതായി നാം പറഞ്ഞത് അസൂയയും കുശുമ്പും കുന്നായ്മയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരോടും ഒരു എമ്പതറ്റിക് ആയിട്ട് റെസ്പെക്റ്റോടു കൂടി പെരുമാറുക എന്നതാണ്. 4ാമത്തെ വീഡിയോ ആയ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4ാമത്തെ കാര്യം, ഒറ്റ നോട്ടത്തിൽ ആരെയും നമ്മൾ വിലയിരുത്താതിരിക്കുക എന്നതാണ്. ഡോണ്ട് ജഡ്ജ് പീപ്പിൾ ക്വിക്ക്ലി. പെട്ടെന്ന് നമ്മൾ ആരെയും വിലയിരുത്താതിരിക്കുക. ഒരാളുടെ ശരീരഘടനയോ അവരുടെ വസ്ത്രധാരണയോ അവരുടെ സംസാര ശൈലിയോ അവരുടെ സ്വഭാവമോ അവരുടെ പെരുമാറ്റമോ ഒന്നും തന്നെ അവരെ പെട്ടെന്ന് വിലയിരുത്തി ഇന്ന രീതിയിലുള്ള ആളാണ് എന്ന് വിലയിരുത്തുന്നതിന് നമ്മൾ മാനദണ്ഡമായി സ്വീകരിക്കാതിരിക്കുക. അവരുടെ പെരുമാറ്റവും അവരുടെ സംസാരവും അവരുടെ ആറ്റിറ്റ്യൂഡിനും ഒക്കെ പിറകിൽ ഒരുപാട് കഥകളുണ്ടാകും, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുണ്ടാകും. അവർ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നതിന് പിന്നിൽ, ഇങ്ങനെ സ്വഭാവം കാണിക്കുന്നതിന് പിന്നിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകാം, ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകാം. അവരുടെ ദേഷ്യ പ്രകടനത്തിനു പിന്നിൽ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഒരാളെയും നമ്മൾ ഒരിക്കലും ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താതിരിക്കുക. ഒരാളെയും നമ്മൾ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാതിരിക്കുക. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിന്റെ എങ്കിൽ അവിടെ സംഭവിച്ച ഒരു സംഭവത്തിന്റെ പിന്നിൽ ഏതൊക്കെ രീതിയിലുള്ള കഥകളുണ്ട്, സ്റ്റോറികളുണ്ട് എന്ന് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും നാം ശ്രമിക്കുക. അത് ശ്രമിക്കുമ്പോഴായിരിക്കും നാം ആദ്യഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ നേർവിപരീതവും നമ്മളെ സങ്കടപ്പെടുത്തുന്നതുമാണ് യാഥാർത്ഥ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിത്വം രൂപീകരിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ ഒരാളെയും ഒരു സാഹചര്യത്തെയും ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താതിരിക്കുക എന്നതാണ് പ്രധാനം. നമ്മളൊക്കെ പലതവണ കേട്ട ഒരു കഥയുണ്ട്, ഒരു ട്രെയിൻ യാത്രയുടെ കഥ. ഒരു ട്രെയിനിൽ ഒരു അച്ഛനും മകനും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരനായ ആ മകൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അച്ഛനോട് പറഞ്ഞു, ദേ അച്ഛാ നോക്കൂ, മരങ്ങളെല്ലാം നമ്മുടെ പിന്നിലേക്ക് സഞ്ചരിക്കുന്നു. ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയുമുള്ള ആ മകന്റെ വാക്ക് കേട്ടുകൊണ്ട് അച്ഛൻ പുഞ്ചിരിക്കുമ്പോൾ അവർക്ക് നേരെ മുന്നിലുണ്ടായിരുന്ന ദമ്പതികൾ ഇത് കണ്ട്, ഹേ, ഇത്രയും പ്രായമുള്ള ഈ ചെറുപ്പക്കാരന് എന്തോ അസ്വസ്ഥതയുണ്ട്, മന്ദബുദ്ധി പോലെയുള്ള എന്തോ പ്രയാസങ്ങളുണ്ട് എന്ന രീതിയിൽ അവർ അത്ഭുതത്തോടു കൂടി ആ ബാലനെ നോക്കുകയും, കുറച്ചു കഴിഞ്ഞപ്പോൾ ജിജ്ഞാസയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന മകൻ പെട്ടെന്ന് അച്ഛനെ വീണ്ടും വിളിച്ചുകൊണ്ട്, അച്ചാച്ച ഇത് നോക്കൂ, കാർമേഘങ്ങൾ നമുക്ക് മുന്നേ സഞ്ചരിക്കുന്നു, ഈ കാർമേഘങ്ങൾ നമുക്കൊപ്പം സഞ്ചരിക്കുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ സഹിക്കവയ്യാതെ സഹതാപത്തോടുകൂടി പാവം ഒരു ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരനെ ഇപ്പോൾ ചികിത്സിച്ചാൽ ഭേദമാകുന്നതാണല്ലോ ഇദ്ദേഹത്തിന്റെ അസുഖം എന്ന രീതിയിൽ ആ അച്ഛനോട് ഈ ദമ്പതികളിൽ ഒരാൾ ചോദിച്ചു, അങ്ങയുടെ മകനെ നല്ല ഒരു ഡോക്ടറെ കാണിച്ചുകൂടായിരുന്നു എന്ന്. അച്ഛന്റെ മറുപടി, ഞങ്ങൾ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത്, ഡോക്ടറെ കണ്ടു, എൻ്റെ മകൻ ഇന്നാണ് കാഴ്ച ലഭിച്ചത്, അവന് ജന്മനാ കണ്ണു കാണില്ലായിരുന്നു, ഇന്ന് അവൻ ആദ്യമായി ഈ ലോകത്തെ കാണുകയാണ്, ഇന്നാണ് അവന്റെ കാഴ്ച ശക്തി ചികിത്സയിലൂടെ തിരിച്ചു കിട്ടിയത് എന്ന്. അങ്ങനെ ഇന്നലെ വരെ ഒന്നും കാണാത്ത ആ ചെറുപ്പക്കാരൻ, ഇന്നലെ വരെ കാർമേഘങ്ങളെയോ മരങ്ങളെയോ അതിൻ്റെ ചലനങ്ങളെയോ ഒന്നും മനസ്സിലാക്കാത്ത ആ ചെറുപ്പക്കാരൻ തനിക്കാദ്യമായി കാഴ്ച കിട്ടിയപ്പോൾ കണ്ട കാഴ്ചയുടെ പ്രതിഫലനമാണ് ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ ദമ്പതികൾക്ക് മനസ്സിലായത്, തങ്ങൾ എന്തു വിഡ്ഢിത്തമാണ് ചെയ്തത്. ഞങ്ങൾ കഥയറിയാതെ ആട്ടം കണ്ടു.
സംഭവത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ ഒരുപാട് തെറ്റുധാരണകൾ തങ്ങളുടെ മനസ്സിലുണ്ടായി ഈ ചെറുപ്പക്കാരന് ആദ്യമായിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ജിജ്ഞാസയും അത്ഭുതവുമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്നത്. അതുപോലെ നമ്മൾ കാണുന്ന ഓരോ സംഭവങ്ങൾക്ക് പിന്നിലും, ഓരോ പെരുമാറ്റങ്ങൾക്ക് പിന്നിലും, ഓരോ സ്വഭാവങ്ങൾക്ക് പിന്നിലും, ഓരോ ആറ്റിറ്റ്യൂഡിനു പിന്നിലും ഒരുപാട് നമ്മളറിയാത്ത കഥകളുണ്ടാകും, നമ്മളറിയാത്ത വിഷയങ്ങളുണ്ടാകും, നമ്മളറിയാത്ത പശ്ചാത്തലമുണ്ടാകും, സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് ഒരിക്കലും ഒരാളെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണയോ അദ്ദേഹത്തിന്റെ ശരീരഘടനയോ അദ്ദേഹത്തിന്റെ സ്വഭാവമോ പെരുമാറ്റമോ ഭാഷയോ ഒന്നും കണ്ടുകൊണ്ട് നാം ആരെയും ഒറ്റയടിക്ക് കാര്യങ്ങൾ വിലയിരുത്തുക അസാധ്യമാണ്. നമ്മളൊരു വിഷയം കണ്ടാൽ അതിനെ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും അതിനനുസരിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുക. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വമായി നാം മാറുക. അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പ് ഹൊറിസോണൽ റിലേഷൻഷിപ്പ് ആകുക. രണ്ടു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ ആളുകളെ വിലയിരുത്തുന്ന രീതികളുണ്ട്. ഒന്ന് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് എന്നത്, അതായത് അത് ഇങ്ങനെ കുത്തനെയായിരിക്കും, അതിൻ്റെ സെൻട്രൽ പൊസിഷനിലായിരിക്കും നാം നിൽക്കുന്നത്. നമ്മുടെ മുകളിലേക്ക് സാമ്പത്തികമായോ മറ്റു സ്ഥാനമാനങ്ങളുടെയോ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ പൊസിഷൻ ചെയ്യുന്നു. നമ്മുടെ താഴേക്ക് അതുപോലെ മറ്റു ചില ആളുകളെയും പൊസിഷൻ ചെയ്യുന്നു. നല്ല സമ്പത്തുള്ളവരെ നമ്മുടെ മുകളിലേക്ക് വെച്ച് നമ്മൾ അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സാറെന്ന് വിളിക്കുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന രീതിയിൽ നിൽക്കുന്നു. നമുക്ക് താഴെ പോസ്റ്റ് ചെയ്യുന്ന സാമ്പത്തികം കുറഞ്ഞ ആളുകളെ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കുറഞ്ഞ ആളുകളെ, നമ്മളെക്കാൾ താഴെയുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് താഴെ പൊസിഷൻ ചെയ്യുകയും അവർക്ക് വേണ്ട പരിഗണന നൽകാതിരിക്കുകയും ചെയ്യുക. അതൊരു ശരിയായ വിലയിരുത്തലോ സൗഹൃദമോ ഒന്നുമല്ല. നേരെ മറിച്ച് ഹൊറിസോണൽ നമുക്കറിയാം, ഒരേ ലെവലിൽ അതിൻ്റെ സെൻട്രലിലാണ് നാം നിൽക്കുന്നത്. നമ്മൾ ഇവിടെ സമ്പത്തുള്ളവനെയും സ്ഥാനമാനമുള്ളവനെയും സമൂഹത്തിലെ ഉന്നതനെയും നമ്മൾ അതേ ലൈനിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സമൂഹത്തിൽ ദരിദ്രനെയും മറ്റു പ്രയാസം അനുഭവിക്കുന്നവരെയും മറ്റു താഴ്ന്ന തരത്തിലെന്നു ജനം വിലയിരുത്തുന്ന ജോലികൾ ചെയ്യുന്ന ആളുകളെയും ഒക്കെ നമ്മൾ അതേ ലൈനിലാണ്, അവരോട് വളരെ സമമായിട്ടാണ് നാം പെരുമാറുന്നത്. നമ്മുടെ ബഹുമാനവും സ്നേഹവും ആദരവും എല്ലാം ഈ ആളുകൾക്ക് കൃത്യമായ രീതിയിലാണ് ഈ ഹൊറിസോണൽ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് നാം സ്വീകരിക്കേണ്ട റിലേഷൻഷിപ്പ്, ആളുകളെ വിലയിരുത്തുന്നത്, ആളുകളെ പൊസിഷൻ ചെയ്യുന്നത് ഈ ഹൊറിസോണൽ ആയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ, ആരെയും ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താതിരിക്കാനും നമുക്ക് കഴിയും. അതുകൊണ്ട് നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ, ആളുകളുമായി നാം ഇടപഴകുമ്പോൾ അവരെ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താതെ എല്ലാ ആളുകളെയും ഒരേ രീതിയിൽ നാം അംഗീകരിക്കാനും അവരെയെല്ലാം ബഹുമാനിക്കാനും അവരെയെല്ലാം പരിഗണിക്കാനും ഒക്കെ നാം ശ്രമിക്കുക. അതിന് നമുക്ക് കഴിയട്ടെ. അതിലൂടെ നമുക്ക് നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന 5ാമത്തെ ഒരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.